ഹലോ മക്കളെ, അപ്പോൾ +2 എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. കഴിഞ്ഞ കുറേ വർഷമായിട്ട് പാസ്റ്റ് ചോദിക്കുന്നില്ല, 2025 ചോദിച്ചു. അതുകൊണ്ട് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് കാൽക്കുലേഷൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ സാർ ചെയ്യാൻ പോവുകയാണ്. സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒമിഷൻ വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായി ചെയ്ത് പഠിക്കണം. സോ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്കറിയാം, അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്തതിനു ശേഷം ബാലൻസ് ഷീറ്റ് ഒക്കെ വരച്ചതിന് ശേഷം ചില എറേഴ്സ് കണ്ടുപിടിക്കുകയാണ്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പാർട്ട്നേഴ്സിന് ഒരു പക്ഷേ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവില്ല, സാലറി കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ റോങ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് ഡ്രോയിങ്സിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആഫ്റ്റർ ക്ലോസിംഗ് ദ അക്കൗണ്ട്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി കൊടുക്കണം. അതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. തിയറി അറിയുന്നതാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മൾ അതിലേക്ക് വരണം. ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. രണ്ട് പാർട്ട്നേഴ്സ് നമ്മളെ ഫേമിലുള്ളത് P&Q ആർ പാർട്ട്നേഴ്സ്. ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ലോസസ് ഈക്വലി ആണ്. അവർ ഈക്വലി പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ക്യാപിറ്റൽ 2 lakh ആണ്, അതുപോലെ തന്നെ 3 lakh ആണ്. ദ പാർട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% പെർ ആനം. അവർക്ക് 12% പെർ ആനം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കൊടുക്കണം എന്നുള്ളതാണ്. ഫോർ ദ ഇയർ 31st March 2016 ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഡിസ്ട്രിബ്യൂട്ടഡ് വിത്തൗട്ട് പ്രൊവൈഡിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതായത് നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചപ്പോഴോ അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചപ്പോഴോ നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തില്ല, നമ്മളോട് മിസ് ചെയ്തു പോയി. പാസ് നെസസറി അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ടു റെക്ടിഫൈ ദ എറേഴ്സ്. ഇങ്ങനെയാണ്. അപ്പൊ ആക്ച്വലി നമ്മളൊരു ടേബിൾ വരച്ച് ഒരു എൻട്രി പാസ് ചെയ്തുകൊണ്ട് ഈ എററിനെ റെക്ടിഫൈ ചെയ്യണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 lakh rupees ആണ് പിയുടെ ക്യാപിറ്റൽ. അതിന്റെ 12% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തില്ല എന്ന് പറയാം. നമുക്കറിയാം 24,000 rupees ആർക്ക് കൊടുത്തിട്ടില്ല, പിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ 3 lakh rupeesന്റെ 12% ആയ 36,000 rupees ആർക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല, നമ്മുടെ ക്യൂവിന് ക്രെഡിറ്റ് ആയിട്ടില്ല. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അതൊക്കെ എവിടെ പോയി? അപ്പൊ ഈ പ്രശ്നം എന്താ സോൾവ് ചെയ്യുക? നമുക്ക് ഈ എമൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ എമൗണ്ട് ആക്ച്വലി അവരുടെ പ്രോഫിറ്റിൽ അറിയാതെ ഡിസ്ട്രിബ്യൂട്ട് ആയി പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവരുടെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്ര എമൗണ്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 60,000 rupees വരും. ഈ 60,000 rupees അവരുടെ പ്രോഫിറ്റിൽ ആഡ് ആയിട്ടുണ്ട്. ഫേമിന്റെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട പ്രോഫിറ്റിൽ ആഡ് ആയിട്ട് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ പ്രകാരം അവരുടെ അക്കൗണ്ട്സിലേക്ക് പോയി കിടക്കുന്നുണ്ടാവും. അങ്ങനെയല്ല 60,000 പോകേണ്ടത്. എങ്ങനെയാ പോകേണ്ടത്? 24ഉം 36 ആയിട്ട് പോകേണ്ടത്. അത് പോയിട്ടുണ്ടാവും 38 ആണ്. ഇതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത്. നമുക്കൊരു സിമ്പിൾ ടേബിൾ വരച്ചങ്ങ് ചെയ്യാം. നമുക്ക് രണ്ട് പാർട്ട്നേഴ്സ് ഉള്ളത്, പി അതുപോലെ തന്നെ ക്യൂ. ഞാനൊരു കോളം കൂടി വരയ്ക്കുന്നു, ടോട്ടൽ എന്നുള്ളത്. ആക്ച്വലി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഷുഡ് ഹാവ് ബീൻ ക്രെഡിറ്റഡ് 12% ആണ്. ഓക്കെ, ആ 12% ക്രെഡിറ്റ് ചെയ്യുമ്പോൾ 24,000 ഇയാൾക്ക് കിട്ടേണ്ടതായിരുന്നു, 36,000 ക്യൂവിന് കിട്ടേണ്ടതായിരുന്നു. അങ്ങനെ 60,000 rupees പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതെവിടെ പോയി? 60,000 rupees എവിടെ കിടക്കുന്നുണ്ട്? ഇവരുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. എങ്ങനെ കിടക്കുന്നത്? പ്രോഫിറ്റ് ഷെയർ റേഷ്യോ പ്രകാരം. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈക്വലി ആണ്. ഈക്വലി ആണെങ്കിൽ പിയുടെ അക്കൗണ്ടിൽ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ആണ്. 30,000 rupees പിയുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, 30,000 rupees ക്യൂവിന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് പിന്നോട് പറഞ്ഞു, മിസ്റ്റർ പി, നിങ്ങളുടെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഞങ്ങൾ തരാനുണ്ട് 24,000. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തായി കിടക്കുന്നുണ്ട്? 30,000 rupees. അത് പ്രോഫിറ്റ് രൂപത്തിൽ അവിടെ കിടക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അക്കൗണ്ടിൽ 6,000 rupees അധികമാണെങ്കിൽ 6,000 rupees നിങ്ങൾ ഇങ്ങ് തരൂ. അപ്പൊ പിന്നോട് പറഞ്ഞു 6,000 rupees ഇങ്ങ് തരൂ. എന്നിട്ട് ക്യൂവിനോട് പറഞ്ഞു, മിസ്റ്റർ ക്യൂ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, 36,000 rupees ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തരണം. പക്ഷേ 30,000 rupees നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, 6,000 മിസ്സിംഗ്. ഇത് എവിടെ പോയെന്നറിയോ? അറിയാതെ പിന്റെ അക്കൗണ്ട് പോയി കിടക്കാണ്. അപ്പൊ പിന്നോട് നമ്മൾ വാങ്ങിയിട്ട് ആർക്ക് കൊടുക്കും? നമ്മുടെ ക്യൂവിന് കൊടുക്കും. അപ്പൊ 6,000 rupees ആർക്ക് കൊടുക്കണം? ക്യൂവിന് കൊടുക്കണം. നമ്മളിപ്പോ കൊടുക്കുക എടുക്കുക എന്നല്ല പറയുമ്പോൾ നമുക്കറിയാലോ, ക്യൂവിന് കൊടുക്കുക. ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്, സാലറി ക്രെഡിറ്റ് ആണ്, പ്രോഫിറ്റ് ഷെയർ ക്രെഡിറ്റ് ആണ്. അപ്പം ഇയാളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. പിയുടെ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഡ്രോയിങ്സ് ഒക്കെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. അവ 6,000 എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്താ? പിയുടെ കയ്യിൽ അധികമായി പോയ 6,000 എടുത്തിട്ട് ക്യൂവിന് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിന് എൻട്രി പാസ് ചെയ്തോ. ആരാ ഡെബിറ്റ്? പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 6,000 പിയുടെ കയ്യിൽ നിന്ന് എടുത്തു. എന്നിട്ട് ആർക്ക് കൊടുത്തു? ക്യൂവിന് കൊടുത്തു. ടു ക്യൂസ് ക്യാപിറ്റൽ എത്ര കൊടുത്തു? 6,000 കൊടുത്തു. എൻട്രി പാസ്സായി, പരിപാടി കഴിഞ്ഞു, പ്രശ്നം സോൾവ് ആയി. അപ്പം ഏതെങ്കിലും ഐറ്റം ഒമിഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇത് സാലറി ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ കമ്മീഷൻ ആവാം. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരികയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. കൂടാതെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ മാറുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കറിയാം പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. സോ പ്രാക്ടീസ് ചെയ്യുക. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്.